കഴക്കൂട്ടമായിരിക്കും ഇത്തവണ നിർണായകമാകാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ തവണ 22 വാർഡുകളാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 28 വാർഡുകളായിട്ട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJPക്ക് 22 വാർഡുകളിൽ 5 മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. CPMന്റെ ഒരു കോട്ട എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് നേടിയിരുന്നു. 10,000-ലധികം വോട്ടുകളുടെ ലീഡ് കഴക്കൂട്ടത്ത് നേടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് നല്ലൊരു ക്യാമ്പയിനിങ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ കഴക്കൂട്ടത്തൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു, നേമത്തൊരു വലിയ ഒരു മുന്നേറ്റം. ഇത് രണ്ടും സാധ്യമാവുകയാണെങ്കിൽ ചിലപ്പോൾ BJP മാജിക് നമ്പർ കടന്നേക്കുമെന്നുള്ള ഒരു അനാലിസിസ് ആണുള്ളത്. എന്തായാലും നേമത്ത് BJPയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും. കഴക്കൂട്ടത്തും ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്നാണുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് എപ്പോഴും RSSന് വളരെ സ്വാധീനമുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. BJPക്ക് വളരെ ശക്തിയുള്ള മേഖലയാണ്. പക്ഷേ ആ രീതിയിലുള്ള പെർഫോമൻസ് പലപ്പോഴും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ BJPക്ക് നേടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തവണയും ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ അഭിമുഖീകരിച്ച് റിസൾട്ടിൽ എത്തി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.